ആദ്യമായിട്ട് ഒരു IC എഞ്ചിൻ വാൾ മാനുഫാക്ചറിങ് കമ്പനിയിലെ ഒരു ചെറിയ ജോലി കയറി. തുടക്കത്തിൽ വന്ന് 5-6 പേർ വെച്ചിട്ട് ജോലി തുടങ്ങിയതാണ്. 5-6 പിള്ളേർ വെച്ച് തുടങ്ങിയതാണ്. ഇടയ്ക്ക് വന്ന് പൊളിറ്റിക്സിൽ പോയിട്ട് പൊളിറ്റിക്സിൽ വന്നിട്ട് 2 പ്രാവശ്യം PBMP ഇലക്ഷനിൽ ഇവിടെ കണ്ടസ്റ്റ് ചെയ്തു. കോൺഗ്രസ് ടിക്കറ്റ് കൊടുത്തു. മൈ ഡ്രീം വാസ് ദെയർ. Somehow I want to bring Abdul Kalam to our institution. I proved it. 2014 I brought him to my institution. അത് ഒരു നല്ല എൻ്റെ ഡ്രീം വന്നിട്ട് കനവ് നനവായി അന്നത്തെ ദിവസം. എൻ്റെ അച്ഛനാണ് എനിക്കൊരു ഗൈഡിങ് സ്പിരിറ്റ്. എവറി ഡേ അപ്ഗ്രേഡേഷൻ ഈസ് ഗോയിങ് ഓൺ എവറി ഡേ. യെസ്, ഇന്നലെ ഇരുന്നത് ഇന്നല്ല, ഇന്നുള്ളത് നാളെ ഇല്ല, ചേഞ്ച് ആയിക്കൊണ്ടേ വരുന്നുണ്ട്. ദേ ഹാഡ് അഡോപ്റ്റ് ന്യൂ തിങ്സ്. നമസ്കാരം. ജീവൻ ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഫലമീ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ ഇന്ന് ബാംഗ്ലൂരിലെ വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് ജാലഹള്ളി. ജാലഹള്ളി എന്ന് പറയുമ്പോൾ അയ്യപ്പ ക്ഷേത്രം കൊണ്ട് പവിത്രമായ പരിശുദ്ധമായ സ്ഥലമാണ്. ഇവിടെ ജാലഹള്ളി കേരളത്തിന് പുറത്ത് എവിടെ ചെന്നാലും അയ്യപ്പ ക്ഷേത്രം നമ്മൾ കാണുകയാണെങ്കിൽ അവിടെ അയ്യപ്പ ക്ഷേത്രവുമായിട്ട് നമ്മുടെ ശബരിമലയായിട്ട് വളരെയധികം ബന്ധമുള്ള, അവിടെ പ്രതിദാനം ചെയ്യുന്നത് ഒരുപാട് പേരാണ്. അതിൽ മലയാളികളുണ്ട്, തമിഴ്സുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുവാൻ പോകുന്ന വ്യക്തി ഏതാണ്ട് 48 വർഷങ്ങൾക്ക് മുമ്പ് തിരുവണ്ണാമല എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ബാംഗ്ലൂരിലെത്തി 12 വർഷം ജോലി ചെയ്ത് ഒരു മികച്ച ഇൻഡസ്ട്രിയലിസ്റ്റായി മാറുകയും അതിലുപരി സാമൂഹിക പ്രതിബദ്ധതയുള്ള, രാഷ്ട്രീയമായും സാമൂഹികമായും സാംസ്കാരികമായും പ്രതിനിധാനം ചെയ്യുന്ന, ഇവിടുത്തെ മലയാളികൾക്കും തമിഴ് ആൾക്കാർക്കും ഒരുപോലെ സുപരിചിതനായ ഒരു വെൽ നോൺ പേഴ്സണാലിറ്റി, എല്ലാവർക്കും ബഹുമാനത്തോടെ സ്നേഹത്തോടെ കാണുന്ന ഒരു വ്യക്തിത്വം. ഒരുപാട് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. ഇവിടുത്തെ എല്ലാ മേഖലകളിലും എല്ലാ സമാജങ്ങളിലും ഒരുപോലെ കൈയഴിച്ച് സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ലോകനാഥൻ. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം. ഒരു പ്രദേശത്ത് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു കേരള അല്ലെങ്കിൽ തമിഴ് ഒരു കമ്മ്യൂണിറ്റി മൊത്തം സാറിൻ്റെ കൂടെ ഉണ്ട്. ഇവിടുത്തെ എല്ലാ പേർക്കും ഒരു സുപരിചിതനാണ്. എവിടെ ചെന്നാലും മലയാളികളുടെ ഇടയിലും തമിഴ് ആൾക്കാരുടെ ഇടയിലും ഒരുപോലെ സുപരിചിതനാണ് ലോകനാഥൻ. കന്നഡി ആൾസോ കന്നഡയുടെ സ്വന്തമായിട്ടുള്ളത് കൊണ്ട്, എന്നാലും ഒരു എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. രാഷ്ട്രീയപരമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നിൽക്കുകയാണ്, അതോടൊപ്പം തന്നെ ഒരു മികച്ച ഇൻഡസ്ട്രിയലിസ്റ്റാണ്. അവിടെയാണ് നമ്മൾ, കാരണം 1978 തിരുവണ്ണാമല എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു സ്ഥലത്ത് നിന്നും ഒരു യാത്ര ബാംഗ്ലൂരിലേക്ക്. അതെങ്ങനെയായിരുന്നു? ആക്ച്വലി എൻ്റെ അച്ഛൻ ഒരു ഡിഫൻസ് സിവിലിയനായിട്ട് വർക്ക് ചെയ്തിരുന്നു. പേര് മിസ്റ്റർ മാണിക്കം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഈസ് നോ മോർ. പുള്ളി വന്ന് എന്നെ വിളിച്ചത് ഇവിടെ എയർഫോഴ്സ് ടെക്നിക്കൽ കോളേജിലെ ഒരു അപ്രൻറ്റീസായിട്ട് എയർമാൻ ട്രെയിനിങ് സെൻറ്ററിലേക്ക് വിളിച്ചതാണ് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. അവിടെ വെച്ച് ഞാൻ എൻ്റെ ടെസ്റ്റിൽ ഫെയിലായതുകൊണ്ട് ഇൻഡസ്ട്രി ലൈനിൽ എൻട്രി ആയതാണ്. ആദ്യമായിട്ട് ഒരു MNC കമ്പനിയിലെ IC എഞ്ചിൻ വാൾ മാനുഫാക്ചറിങ് കമ്പനിയിലെ ഒരു ചെറിയ ജോലി കയറി 125 രൂപ ശമ്പളത്തിൽ. അവിടെ വെച്ച് തന്നെ ട്രെയിനിങ് കഴിഞ്ഞ പിന്നെ ഇവിടെ നിന്ന് 60 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു ഡിപ്ലോമ കോളേജിൽ പോയിട്ട് ചേർന്നു. അവിടെ ഡിപ്ലോമ എഞ്ചിനീയറിങ് ചെയ്തിട്ട് അവിടെ തന്നെ
സീനിയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തു. സെയിം കമ്പനിയിൽ കാർ മൊബൈൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഒരു കമ്പനിയിൽ ജനറൽ മാനേജറായിട്ട് ജോയിൻ ചെയ്തു. 1 year വർക്ക് ചെയ്ത് പിന്നെ ഐ ഡിസൈഡ് ടു സ്റ്റാർട്ട് മൈ ഓൺ ബിസിനസ് 1992 ഫെബ്രുവരിയിൽ തുടങ്ങിയതാണ്. പെർഫെക്റ്റ് ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി തുടങ്ങിയതാണ്. സോ നിയർലി ഇപ്പോൾ 36 years ആയി. ആ കമ്പനി യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3 ആയിട്ട് വളർന്നിരിക്കുക. ശരിക്കും ഒരു ലക്ഷ്യം നേടണം. നമുക്കൊരു ജോലി ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് അന്ന് ആ ജോലി കിട്ടിയിരുന്നെങ്കിൽ ഗതി മറ്റൊന്നാവുമായിരുന്നു. അപ്പോൾ ആ ജോലി ഒരുപക്ഷെ ഫെയിലാവാൻ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിനെ കിട്ടില്ലായിരുന്നു അല്ലേ? ഷുവറായിട്ട്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ പഠിക്കുക, അതോടൊപ്പം ജോലി ചെയ്യുക, അവിടെ നിന്ന് നേടുക എന്നുള്ളതാണ്. ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിച്ചു. അങ്ങനെയാണ് പെർഫെക്റ്റ് ടൂൾസ് എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തു. ഇന്ന് ഒരുപാട് പേര് അങ്ങയുടെ കീഴിൽ ജീവിക്കുന്നു. ഒരുപാട് പ്രസ്ഥാനങ്ങൾക്ക് തമിഴ്നാട്ടിലും ഇന്ന് ബാംഗ്ലൂരുമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. പെർഫെക്റ്റ് ടൂൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹെവി എക്യുപ്മെൻറ്റ്സ് ഫാബ്രിക്കേഷൻ കം സം കൈൻഡ് ഓഫ് സ്പെഷ്യൽ സ്പെഷ്യൽ കോട്ടിങ്സ് ചെയ്യുന്നുണ്ട്. അത് യൂണിറ്റ് 1 வந்து ബാംഗ്ലൂരിലുണ്ട്, യൂണിറ്റ് 2 കാഞ്ചീപുരം സിപ്കാട്ട് ഇൻഡസ്ട്രിയൽ പാർക്ക് തമിഴ്നാട്ടിലുണ്ട്, യൂണിറ്റ് 3 ദാവസ്പേട്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലുണ്ട്. സോ ഇങ്ങനെ 1400 പേർ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ടോട്ടലായിട്ട്. തുടക്കത്തിൽ എങ്ങനെയായിരുന്നു പെർഫെക്റ്റ് ടൂൾസിൻ്റെ? തുടക്കത്തിൽ വന്ന് 5-6 പേർ വെച്ചിട്ട് ജോലി തുടങ്ങിയതാണ്. 5-6 പിള്ളേർ വെച്ച് തുടങ്ങിയതാണ്. സോ ഇന്ന് കുറച്ച് നല്ല രീതിയിൽ വളർന്നിരിക്കും. ആണ്, അതിൽ സന്തോഷമുണ്ട്. ഇടയ്ക്ക് വന്ന് പൊളിറ്റിക്സിൽ വന്നിട്ട് 2 പ്രാവശ്യം PBMP ഇലക്ഷനിൽ ഇവിടെ കണ്ടസ്റ്റ് ചെയ്തു. കോൺഗ്രസ് ടിക്കറ്റ് കൊടുത്തു. സോ ഐ എം നോട്ട് സക്സീഡഡ് ഇൻ ദാറ്റ്. നിർഭാഗ്യവശാൽ പരാജയപ്പെട്ടു. വളരെ തുച്ഛമായ വോട്ടിൽ തോറ്റു. 40 കൊല്ലങ്ങളായിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നിട്ട് ഐ എം നോട്ട് അച്ചീവ്ഡ് എനിത്തിങ് ത്രൂ ദ പാർട്ടി. ഹാർഡ് വർക്ക് ഓൺലി ഗോൺ. ടോട്ടലി ഹാർഡ് വർക്ക് ഓൺലി ചെയ്തിട്ട് ജസ്റ്റ് എംപ്റ്റി ഹാൻഡ് ആയിട്ട് വന്നു. ദർ ഈസ് നോ ബെനിഫിറ്റ് ഫോർ ബിക്കോസ് ഓഫ് ദ പാർട്ടി ശരിക്കും പരിഗണന തന്നില്ല എന്നുള്ളൊരു ഷുവറാ. ഒരു ഐഡൻറ്റിഫിക്കേഷനും കൊടുത്തിട്ടില്ല, പ്രവർത്തനത്തിനുള്ള ഒരു അംഗീകാരം തന്നില്ല. പക്ഷെ അത്രത്തോളം പാർട്ടിയെ ഇഷ്ടപ്പെട്ട് പ്രവർത്തിച്ചു ചെയ്തു. മറ്റു പാർട്ടികളിൽ നിന്നും പല ഓഫറുകളും വന്നു, അവിടെയും പോയിട്ടില്ല. ഒരു വിശ്വസിച്ച പാർട്ടിയുടെ ഒപ്പം നിന്നു. കോൺഗ്രസ് തന്നെ എൻ്റെ കൂടെ ഇരുന്നത്. ഇന്ന് CM ആണ് മിസ്റ്റർ D.K. Shivakumar is my close friend, and Siddaramaiah also well known to me. മിസ്റ്റർ ധരം സിംഗ് ലാസ്റ്റ് 20 years ആയിട്ട് വളരെ ക്ലോസ് ആയിരുന്നു. SM Krishna വാസ് ക്ലോസ് ഫ്രണ്ട്. ഇങ്ങനെയൊക്കെ എല്ലാവരോടും വർക്ക് ചെയ്തിട്ടുണ്ട്. ദർ ഇസ് നോ യൂസ് ഓഫ് മീ ബിക്കോസ് അവിടെ വന്നിട്ട് ഐഡൻറ്റിഫിക്കലി ദ കാസ്റ്റ് ആൻഡ് ഗ്രീഡ് എന്ന് പറയുന്ന മാതിരി ഇപ്പോൾ mostly because I am the Tamilian, I should not be entertained in Karnataka like they are feeling. But they want our votes only. Tamilians and Malayalis votes are more than 50 to 75 lakhs votes are there. But they want only votes. They will not identify our people. They don't want to give any position in the party. That's the main drawback. അപ്പോൾ പാർട്ടിയിൽ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ. ബിക്കോസ് lot of competition in the Congress party. Because of the competition, our category, they are neglected totally. So there is no future in party. That is why I am not left the party, but I am identically meeting everyone. But I am not changing. ഒരു പാർട്ടി പ്രവർത്തകനെ പോലെ ഇന്ന് പ്രവർത്തിക്കുന്നു, അത്രേ ഉള്ളൂ. That's all. I am in Congress. That's all. Everyone will say Congress Loganathan. Name will be there. ഇവിടെ ഉള്ള എല്ലാവർക്കും പറയാനുള്ള ഒരുപാട്, കാരണം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. ഉമ്മൻചാണ്ടി സാറും കോൺഗ്രസ് ആളാൻ പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്, 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈവൻ അവർ CM ധരം സിംഗ് സാർ വന്നിട്ടുണ്ട്, മിസ്റ്റർ D.K. Shivakumar വന്നിട്ടുണ്ട് വീട്ടിലേക്ക്. ഒരുപാട് നേതാക്കളൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് ദർ ഇസ് നോ യൂസ് അറ്റ് ഓൾ. ദേ വിൽ കം ആൻഡ് സീ ഓൺലി, ദേ വിൽ ഗ്രാബ് ദ വോട്ട്. ദേ വിൽ നോട്ട് ഗിവ് എനി പൊസിഷൻ.
അതുകൂടാതെ തന്നെ ബിസിനസ്സിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇടയ്ക്ക് ഈ പാർട്ടി ഇടയ്ക്ക് വന്ന് ഇലക്ഷൻ കണ്ടസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ലാസ് ആവും, അപ്പോൾ ബുദ്ധിമുട്ടുകളാവും. ബിസിനസ്സിൽ വന്ന് വിട്ടിട്ട് പൊളിറ്റിക്കൽ പോകുമ്പോൾ ഒരുപാട് ലാസസ് ആവും. ഐ സഫർ ലൈക്ക് എനിത്തിങ് ബിക്കോസ് ഓഫ് ദറ്റ് പൊളിറ്റിക്കൽ ഇൻടോറൻസ്. പാർട്ടിയിൽ നിന്നൊന്നും കിട്ടിയില്ല, പക്ഷേ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് പൈസ ചെലവ് ചെയ്തു, ഒരുപാട് ചെലവ് ചെയ്തു, പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ചെലവ് ചെയ്തു. ദർ ഇസ് നോ യൂസ് അറ്റ് ഓൾ. ഇന്ന് അതിൽ ദുഃഖിക്കുന്നുണ്ടോ? 100% ദുഃഖിക്കുന്നുണ്ട്. ചെയ്ത മിസ്റ്റേക്ക് വലിയ മിസ്റ്റേക്കായി പോയി, പാർട്ടിക്ക് പോയതെന്ന്. 40 years മൈ വാല്യുബിൾ ഏജ് ഇസ് ഗോൺ. പക്ഷേ പാർട്ടി ചിലപ്പോൾ പാർട്ടി ഇനിയുള്ള കാലം പാർട്ടിക്ക് തോന്നുകയാണ് ലോകനാഥന് ആവശ്യമാണ് എന്ന് തോന്നിയാൽ പാർട്ടി അങ്ങനെ ഒരു തിരുത്തിയാൽ. I don't think so. I am not at all anticipating anything from the party because slowly I am getting away from the party. Because I don't want to continue with the party, this, that and all. Because if I do business, I can take care of my family, I can take care of my public also I can take care. Because of party, no one will develop. തീർച്ചയായും നമുക്ക് ഒരു രാഷ്ട്രീയം മാത്രമല്ല മറ്റു സാമൂഹികമായും സാംസ്കാരികമായും സംഘടനകളിൽ പ്രവർത്തിച്ചൊരു പ്രവർത്തനത്തിൻ്റെ ഒരു പരിചയവും താങ്കൾക്കുണ്ട്. ഇവിടുത്തെ ജാലഹള്ളി അയ്യപ്പ ടെമ്പിൾ ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ ശരിക്കും അയ്യപ്പൻ്റെ ടെമ്പിൾ ഇവിടെ വരാൻ പ്രധാനമായിട്ട് എല്ലാ കാര്യത്തിലും ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രവർത്തിച്ച ഒരാളാണല്ലേ സർ? ഇവിടെ അയ്യപ്പ ടെമ്പിൾ വന്നിട്ട് 2 ട്രസ്റ്റ് ഉണ്ട്. ഒന്ന് ടെമ്പിൾ ട്രസ്റ്റ്, another is that education and charitable trust. I am the president of Ayyappa Education and Charitable Trust. So adine vannittu we have the schools, colleges and hospital and state syllabus, CBSE syllabus, etc. We have the branches there. Around 200 plus teaching faculties are working there. So around 2,800 students are studying there. We are getting 100% result to uplift that institution. My contribution is very, very big contribution there. So honestly speaking, without getting remuneration, we are doing honorary work for the temple trust. ട്രസ്റ്റിന് വേണ്ടിയിട്ടാണ്. ട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അയ്യപ്പന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഒരിക്കൽ ആ സ്കൂളിൻ്റെ ചടങ്ങിലേക്കാണ് പരേതനായ നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ Abdul Kalam വന്നത്. Yes, that is a very big story. My dream was there. Somehow I want to bring Abdul Kalam to our institution. I proved it. 2014 I brought him to my institution. So that's a great moment. He has spent with me more than 3.5 hours on stage. That is, I cannot forget that day because he gave me time only 45 minutes, but he spent with me more than 3.5 hours. So really a wonderful human being. And also അത് ഒരു നല്ല ഒരു എൻ്റെ ഡ്രീം വന്നിട്ട് കനവ് നനവായി അന്നത്തെ ദിവസം. സ്വപ്നം സാക്ഷാത്കരിച്ചു. എൻ്റെ സ്വപ്നം വന്ന് റിയാലിറ്റി ആയി അന്ന്. സോ ഐ ലോസ്റ്റ് ഹിം സെയിം ഇയർ 2014 I lost him. So it's a great loss for us totally. അദ്ദേഹത്തിൻ്റെ സ്പീച്ചും ഉണ്ടായിരുന്നു അല്ലേ കുട്ടികൾക്ക് വേണ്ടിയിട്ട്? ഒരുപാട് നല്ല സ്പീച്ച്, ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു വലിയൊരു മെമ്മറബിൾ മൂമെന്റ് ആണ് ലൈഫിൽ. അദ്ദേഹത്തെ കൊണ്ടുവരാൻ സാധിച്ചു ആ ഒരു ട്രസ്റ്റിന്റെ കീഴിലുള്ള സ്കൂളിലേക്ക്. ആ കുട്ടികളുമായിട്ട് അതൊരു വലിയൊരു ചലഞ്ചായി. ഒരുപാട് കഷ്ടപ്പെട്ടാണ് കൊണ്ടുവന്നത് പുള്ളിനെ. സോ ഒരുപാട് കഷ്ടപ്പെട്ടു. സോ പുള്ളി വന്ന് ആദ്യം ഫസ്റ്റ് മീറ്റിങ്ങിൽ വന്ന് ഈ ഹസ് നോട്ട് അക്സെപ്റ്റഡ് മൈ ഇൻവിറ്റേഷൻ. ട്രസ്റ്റിലേക്ക് ഏത് ട്രസ്റ്റിലേക്ക് വരില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ സമയത്ത് എഡ്യൂക്കേഷൻ സെൻറ്ററാക്കി മാറ്റിയതിന് ശ്രീ അയ്യപ്പ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റുള്ളതിനെ എഡ്യൂക്കേഷൻ സെൻറ്ററാക്കി മാറ്റി പിന്നെ ലെറ്റർ റെഡിയാക്കി കൊണ്ടുപോയിട്ട് പിന്നെ വിളിച്ചപ്പോൾ കോഡിയലി അക്സെപ്റ്റ് ചെയ്തു പുള്ളി. സോ ട്രസ്റ്റിൽ ഏത് ട്രസ്റ്റിക്ക് ഞാൻ എൻ്റർ ആവില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു വാശിയായിരുന്നു. പിന്നെ ആഫ്റ്റർ 1 year ഗ്യാപ്പ് വന്നിട്ട് അഗെയിൻ റിക്വസ്റ്റ് ചെയ്ത പിന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് പുള്ളീനെ കൊണ്ടുവരാൻ പറ്റിയത്. ആ നിമിഷത്തിൽ താങ്കൾ അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. പ്രസിഡൻഷ്യൽ അഡ്രസ്സ് കൊടുത്തത് വലിയൊരു മനുഷ്യനെ അവിടെ ഇരുത്തിക്കൊണ്ട് പ്രസിഡൻഷ്യൽ അഡ്രസ്സ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഭാഗ്യം തന്നെയല്ലേ? വലിയ ഭാഗ്യമായിട്ട് കരുതുന്നുണ്ട്, ഇന്നും കരുതുന്നുണ്ട്. അന്ന് ആ ദിവസം വന്നിട്ട് നമ്മുടെ XCM ആൻഡ് റെയിൽവേ മിനിസ്റ്റർ സദാനന്ദ ഗൗഡ ഒപ്പമായിരുന്നു. പിന്നെ അവിടുത്തെ ഈ ദാസറള്ളി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ MLA മിസ്റ്റർ മുനിരാജ് ഒപ്പം വരുന്നു.
സോ ഒരുപാട് നേതാക്കൾ ഇരുന്നു. ബട്ട് അബ്ദുൽ കലാം ഈസ് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി. പുള്ളിയാണ് വന്നത് നമ്മുടെ സ്കൂളിലും ഈ ഏരിയക്ക് തന്നെ ഒരു ഐ ക്യാൻ സേ യെസ് ക്രിയേറ്റഡ് ദ ലെഗസി ഇൻ അവർ പ്ലേസ്. അത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ്. അതുപോലെ മറ്റുള്ള സാമൂഹികമായ സന്നദ്ധ സംഘടനകളിൽ മലയാളി സമാജം, കേരള സമാജം, ഇങ്ങനെ ഒരുപാട് സമാജങ്ങളിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് താങ്കൾ. അതൊരു വലിയ കാര്യമാണ്. കാരണം ആർക്കും അങ്ങനെ വരുന്ന ഒരു ആവശ്യത്തിന് വന്ന് വാതിൽ മുട്ടിയാൽ നിരാശയോട് പോയി തിരിച്ചു പോകേണ്ടി വരില്ല എന്നൊരു കാലം ഉണ്ട്. അത് 100% അത് എന്താ ചിലർക്ക് ചില ഹാബിറ്റുകൾ കാണും. ചിലർക്ക് വന്ന് വൈകുന്നേരമായ ഒരു സ്മാൾ എടുക്കും. ചില ആളുകൾക്ക് പിക്ചർ പോയിട്ട് കാണും. ചില ആളുകൾക്ക് ഹാപ്പിനെസ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹാപ്പിനെസ് കാണും. മൈ ഹാപ്പിനെസ് ഇസ് ഗിവിങ് ഡൊണേഷൻ ടു ദ പീപ്പിൾ. അങ്ങനെ എൻ്റെ കൾച്ചറാണ് അത്. ഫ്രം ദ ഡേ വൺ, നോട്ട് ഓൺലി ടുഡേ, ഫ്രം 90 ഓൺവേർഡ്സ് ഐ ആം ഗിവിങ് ദ ഡൊണേഷൻ ടു ദ പബ്ലിക്. എന്നെ കൊണ്ടാവണത് കൊടുത്തു വിടും. ആരും നോ പറയത്തില്ല. ഏത് അസോസിയേഷൻ ആവട്ടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ without disappointing them, I'll do something for them to uplift up our culture, our ഒരു സൊസൈറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒന്ന് ചെയ്തിരിക്കും. കാരണം ഒരു സമൂഹം നമുക്ക് കീഴിലുണ്ട്, നമ്മൾ അവിടെ നിന്നാണ് നേടിയത്. അപ്പോൾ ആ സാമൂഹിക പ്രതിബദ്ധത, അതായത് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത്. ഒരുപാട് നേതാക്കൾ കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ ശോഭന വന്നിട്ടുണ്ട് ഇവിടെ. ഒരുപാട് അവിടെ സിനിമാ താരങ്ങൾ ഒരു ഇവിടെ വരുമ്പോൾ, ബാംഗ്ലൂർ വരുമ്പോൾ ഓടിയെത്തുന്ന ഒരു വീടാണ് ഈ സ്ഥലം. ഒരുപാട് പേരുമായിട്ട് ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ജന്മം കൊണ്ട് തമിഴനാണ്, പക്ഷേ മലയാളികളുമായിട്ട് വലിയ ബന്ധമുണ്ട്. അത് കാരണം എൻ്റെ വൈഫ് ഫ്രം പാലക്കാട്. അപ്പോൾ മലയാളികളുടെ ഒരു മരുമകനാണ്. യെസ്, റൈറ്റ്. വൈഫ് വന്ന് പാലക്കാടല്ലേ? പാലക്കാട് എവിടെയാണ്? പാലക്കാട് പനമന്നാൻ പറഞ്ഞ ഒരു സ്ഥലം. രണ്ട് മക്കൾ. എൻ്റെ മകൻ ദീപക്, മിസ്റ്റർ ദീപക്, മകള് ദീപിക. മകള് ഓസ്ട്രേലിയ സെറ്റിൽഡാ. മകൻ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് മൈ കമ്പനി ബിസിനസ്. മകൻ വിവാഹം കഴിഞ്ഞു. കുട്ടികൾ 2 പേർക്കും വിവാഹം കഴിഞ്ഞു. മകൻ വിവാഹം കഴിച്ചിരിക്കുന്ന മലയാളി തൃശ്ശൂർ. സോ സുരേഷ് മേനൻ്റെ മകള പേര് ശ്വേത. മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത് ചെന്നൈയിലെ. മരുമകൻ വന്ന ശ്രീനാഥ്. യെസ്. ഒരു സന്തോഷമായ ഒരു കുടുംബ ജീവിതവും താങ്കളുടെ വിജയത്തിന് എത്രത്തോളം പങ്കുവഹിച്ചിട്ടുണ്ട്? 100% I am happiest man because my kids are well settled and I am very happy. കാരണം വന്ന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതിന് ഒരുപാട് റിസൾട്ട് നമുക്ക് കിട്ടി. അത് കുടുംബത്തിന് നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞു, സമൂഹത്തിനോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞു, എല്ലാത്തിലും നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതൊരു വലിയ സന്തോഷം തന്നെ തരുന്നു. തിരുവണ്ണാമല എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ്, ശിവക്ഷേത്രം. അവിടെയാണ് ജന്മം, ദേശം. പിതാവ് നേരത്തെ പറഞ്ഞ പോലെ ഡിഫൻസ്. 5 മക്കളാണ്. 5 മക്കളിൽ മൂന്നാമത്തെ മകനാണ്. അമ്മ ഹൗസ് വൈഫായിരുന്നു. അവരും മരിച്ചു, അച്ഛനും മരിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 2 വ്യക്തികൾ നമ്മുടെ അച്ഛനും അമ്മയും തന്നെയാണ്. സാറിൻ്റെ ജീവിതത്തിൽ എത്രത്തോളം അച്ഛനും അമ്മയും സ്വാധീനിച്ചിട്ടുണ്ട്? എൻ്റെ അച്ഛനെ എനിക്കൊരു ഗൈഡിങ് സ്പിരിറ്റ്, റോൾ മോഡൽ. കാരണം പുള്ളിയിലെ ഡിഫൻസിലെ വർക്ക് ചെയ്യുമ്പോൾ വലിയ പൈലറ്റ് ഓഫീസറുകളെ കാണുമ്പോൾ പുള്ളി പറയണം, എനിക്കൊരു ഇൻസ്പിറേഷൻ കൊടുത്തത് അവിടെ വരുന്ന പൈലറ്റ് ഓഫീസറുകളാണ്. സോ പൈലറ്റിനെ കണ്ടിട്ട് പറയും, നിങ്ങൾ ഇതേമാതിരി ആകണമെന്ന് പറഞ്ഞിട്ട്. സോ പുള്ളിയുടെ ഒരു മോട്ടിവേഷനാണ് എന്നെ വന്നിട്ട് ഈ രീതിയിൽ വരാൻ തോന്നിച്ചത്. ഇന്ന് ഓഫ് കോഴ്സ് ഐ ആം വൺ ഓഫ് ദ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ഹെഡായിരിക്കുക. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ മീ. അത് നമുക്ക് അതിനു വേണ്ടി വഴി തെളിച്ചു തന്നത് അച്ഛൻ തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ അതൊരു വലിയ മാണിക്യക്കല്ലായി അല്ലേ? അച്ഛൻ ഒരു മാണിക്യമാണ്. ആ മാണിക്യം ജീവിതത്തിലും എപ്പോഴും ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു മാണിക്യം തന്നെയാണ്. ട്രൂ. അതൊരിക്കലും നമുക്ക് അച്ഛൻ്റെ ഒരു ആബ്സെൻസ് ഇന്നും ഫീൽ ചെയ്യുന്നുണ്ട്.
ഒരു സ്ട്രെങ്ത് ആയിരുന്നു അച്ഛൻ. അച്ഛൻ ഒരു സ്ട്രെങ്ത് ആൻഡ് മോട്ടിവേറ്ററാണ്, ബിഗ് മോട്ടിവേറ്റർ. ഈ ബിസിനസ് രംഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് ബിസിനസ്സിൽ. അതൊക്കെ എങ്ങനെയാണ് അതിജീവിച്ചത്? നിങ്ങൾ ചെറുതായിട്ട് തുടങ്ങുമ്പോൾ ചെറിയ പ്രോബ്ലങ്ങളാവും, വലിയതായിട്ട് തുടങ്ങുമ്പോൾ വലിയ വലിയ പ്രോബ്ലങ്ങൾ വരും. ഇതൊക്കെ ഓവർടൈം ചെയ്ത് ഒരു സ്റ്റെബിലിറ്റി ആവാൻ എനി ഇൻഡസ്ട്രി, ഏത് ബിസിനസ് ആവട്ടെ, മിനിമം ഒരു 10 years വേണം പിടിച്ച് നിൽക്കാൻ. ഒരു 10 years നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എവറിത്തിങ് സെറ്റിൽഡ് ആസ് യൂഷ്വൽ. പിന്നെ ഇപ്പോൾ നമുക്ക് 10-30 വർഷം ആയതുകൊണ്ട് 30-35 വർഷമായി കമ്പനി തുടങ്ങി. വി ആർ നോട്ട് ഫീലിംഗ് എനി കൈൻഡ് ഓഫ് ഹർഡിൽസ് നൗ, വെൽ സെറ്റിൽഡ് നൗ, ദർ ഇസ് നോ ഇഷ്യൂ. ഇടയ്ക്ക് കുറച്ച് ഡീവിയേഷൻ ഉണ്ടായിരുന്നു. ആ ഡീവിയേഷൻ റിയൽ എസ്റ്റേറ്റ് പോലുള്ള രംഗത്തേക്ക് കടന്നു. We are into real estate also, but we are not happy with the real estate. But that is standard business means industry. Yeah, up and ഒരു down. മികച്ച ഇൻഡസ്ട്രിയലിസ്റ്റ് എന്നറിയപ്പെടാനാണ് ആഗ്രഹം. Yes. അതിനുവേണ്ടിയാണ് പ്രവർത്തിച്ചത്. പക്ഷെ അത് ഇന്ന് ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. എത്ര തൊഴിലാളികളാണ് കൂടുതൽ? ഇപ്പോൾ ചെന്നൈ പ്ലാന്റിൽ, കാഞ്ചീപുരം പ്ലാന്റിൽ അറൗണ്ട് 200 employees are there. മൊത്തത്തിൽ അറൗണ്ട് 400. ഇന്ന് 400 പേർക്ക് ജോലി കൊടുക്കുമ്പോൾ 400 കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു അവകാശം ഈശ്വരൻ തന്നിട്ടുണ്ട്. എന്തു തോന്നുന്നു? I am very happy and അവരുടെ പ്രാർത്ഥന yes. അല്ലേ? I am happy and proud. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നതാണ്. നമ്മൾ ആത്മാർത്ഥമായി വർക്ക് ചെയ്തു, കഠിനാധ്വാനം ചെയ്തു, അതിൻ്റെ റിസൾട്ട് നമുക്ക് ദൈവം തമ്പുരാൻ തന്നു എന്നുള്ളതാണ്. ട്രൂത്ത്ഫുള്ളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി വിൽ ഗെറ്റ് ഗുഡ് റിസൾട്ട്. ഇന്നത്തെ ഒരു തലമുറ, നമുക്ക് ഇന്ന് ആ പഴയ കാലഘട്ടവും ഇന്നത്തെ തലമുറയും തമ്മിലുള്ള വ്യത്യാസം, ഇന്ന് ആധുനിക സംവിധാനങ്ങളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ലോകത്തെ കൺട്രോൾ ചെയ്യാൻ ഒരു വിരൽ തുമ്പിൽ ഇരുന്ന് ലോകത്തെ മൊത്തം കാണാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, ഇതൊന്നും ഇല്ലാത്തൊരു ലോകത്ത് നിന്ന് ആ കാലഘട്ടത്തിൽ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്ത ഒരാളാണ് താങ്കൾ. ഇന്ന് എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ, രണ്ട് കാലഘട്ടത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണും? വ്യത്യാസം നമ്മുടെ മക്കളുടെ വഴികാട്ടിൽ എങ്ങനെയുണ്ടോ, സി വാട്ട് എവർ ദി ആർ സേയിങ് വി ഹാവ് ടു ഒബേ. കാരണം അവർ ഡിജിറ്റൽ വേൾഡിൽ മാറിയിരിക്കുക, നമ്മൾ വന്ന് പഴയ മോഡല്ല. അപ്പോൾ ഡിജിറ്റൽ മാറുമ്പോൾ മക്കൾ എന്ത് പറയുന്നുണ്ടോ അതിനെ കേട്ടിട്ട് അതിനെ തക്കന രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇഷ്യൂസും ക്രിയേറ്റ് ആവില്ല. വി ഹാവ് ടു ഗോ വിത്ത് ദ ന്യൂ ജനറേഷൻസ്, ദാറ്റ്സ് ഓൾ. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം മസ്റ്റ് ആൻഡ് ഷുഡ് വി ഹാവ് ടു ചേഞ്ച്, അതർവൈസ് വിൽ അട്ടർലി ഫെയിൽ. ഓൾഡ് സിസ്റ്റമേ ചെയ്തുകൊണ്ടിരുന്ന ആവില്ല. വി ഹാവ് ടു അഡോപ്റ്റ് അവർ സെൽഫ് ഫോർ ന്യൂ സിസ്റ്റം, ന്യൂ ജനറേഷൻ. ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുക. യെസ്. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ അന്നത്തെ കാലത്തുണ്ടായിരുന്ന മെഷീനറികളും അന്ന് ലെയ്ത്ത് മെഷീൻ മുതൽ തുടങ്ങി, കാരണം മാനുവലായിട്ടുള്ള മെഷീൻസ് നിന്ന് മാറി ഇപ്പോൾ CNC പോലെയുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള മെഷീനറികൾ വരെ ഇന്ന് എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടം. ആ ഒരു മാറ്റവും വലിയൊരു മാറ്റം തന്നെയാണ്. 100% വലിയ മാറ്റം തന്നെ. ദാറ്റ് ഈസ് വാട്ട് സി നമ്മുടെ പിള്ളേർ വന്നിട്ട് ഡെവലപ്പ് ആകുമ്പോൾ വി ഹാവ് ടു അഡോപ്റ്റ് ദെയർ സ്റ്റൈൽ. വി ഷുഡ് നോട്ട് സ്റ്റിക്ക് ഓൺ അവർ ഓൺ സ്റ്റൈൽ. അവർ അഡാപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പലതും അറിയപ്പെടും. പിന്നെ ന്യൂ ജനറേഷനെ ഫോളോ ചെയ്യുമ്പോൾ പുതിയ ഡിജിറ്റൽ വേൾഡിലേക്ക് മാറാൻ പറ്റും. അല്ലെങ്കിൽ വി ഹാവ് ടു സഫർ ലൈക്ക് എനിത്തിങ് നോ, ബിക്കോസ് AM ടെക്നോളജിയും അതും ഇതും വന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. വി ഹാവ് ടു അഡോപ്റ്റ് ന്യൂ ടെക്നോളജി, ദെൻ ബിസിനസ് ഫെയിലിയർ ആവത്തില്ല. വി ആർ ചേഞ്ചിങ് അവർ സ്റ്റൈൽ ഓഫ് വർക്കിംഗ് ഓൾസോ. എവറി ഇയർ വി ആർ ഗെറ്റിംഗ് ചേഞ്ച്ഡ്. ഇന്നത്തെ തലമുറയ്ക്ക് താങ്കളുടെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസും ഉണ്ട്, ഒരു സക്സസ്ഫുൾ ഇൻഡസ്ട്രിയലിസ്റ്റ് എന്നറിയപ്പെടുന്ന താങ്കൾ, ഇന്നത്തെ തലമുറയ്ക്ക് പുതുതായിട്ട് ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപദേശം എന്തായിരിക്കും? They have to study new technologies. See, every day is upgradation is going on. Every day. Yes, ഇന്നലെ ഇരുന്നത് ഇന്നല്ല, ഇന്നുള്ളത് നാളെയല്ല, ചേഞ്ച് ആയിക്കൊണ്ടേ വരുന്നുണ്ട്. They have to adopt new things. Definitely success will be there for them. Earlier and all, we had to struggle 20 to 30 years to come to a level. Nowadays, just 2 to 3 years, they can come a big personality. They can achieve their goal within 3 to 5 years. ഏരിയയിൽ പഴയ തലമുറയിലൊക്കെ 25-30 വർഷം സ്ട്രഗിൾ ചെയ്താൽ തന്നെ ഒരു പൊസിഷൻ വരാൻ പറ്റും. ഇപ്പം ന്യൂ ജനറേഷൻ വന്നിട്ട് വിത്തിൻ 5 years ദേ ക്യാൻ റീച്ച് ദെയർ ഗോൾ. ദാറ്റ് ഈസ് എ കണ്ടീഷൻ ടുഡേസ്. അതാണ് ഇന്നത്തെ കറണ്ട് സിറ്റുവേഷൻ. ഈ കഴിഞ്ഞു പോയ ഇത്രയും വർഷത്തെ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺ ഉണ്ട് ലൈഫിൽ. ലൈഫ് എന്ന് പറയുന്നത് ഒരു ബിഗ് ജേണിയാണ്. അപ്പോൾ അതൊരു അപ്സ് ആൻഡ് ഡൗൺ ഉണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ
ആർ യു ഹാപ്പി ഫോർ ദാറ്റ്? വെരി മച്ച് ഹാപ്പി. ബിക്കോസ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് കാരണം എപ്പോഴും എൽഡർലി പേഴ്സണിന് വന്ന് റെസ്പെക്ട് കൊടുക്കുന്നത് കാരണം ബിക്കോസ് ഓഫ് ഹിസ് എക്സ്പീരിയൻസ് ഓൺലി അവർ സക്സസ്. വാട്ട് ടു ഡു, വാട്ട് നോട്ട് ടു ഡു, വി ക്യാൻ ലേൺ ഫ്രം അവർ എക്സ്പീരിയൻസ്. I studied a lot of things from my experience. No regrets at all? No, not at all. Thanks to whom? Thanks to whom? Thanks to Lord Ayyappa. Ayyappa. Because he has protected me in my Lot of bad days and he has encouraged me in good days. So Lord Ayyappa is my God. I believe in him. So definitely he will show the right path, right way to my life. I believe in that. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്മകൾ സർവേശ്വരൻ താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും എല്ലാ പ്രസ്ഥാനത്തിനും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം. തിരക്കേറിയ ഈ സമയത്തും ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് സാർ നമുക്ക് ഈ ഒരു അഭിമുഖം തന്നത്. വളരെ നന്നായിരുന്നു സാറിൻ്റെ നമ്മുടെ ജീവിതത്തിൽ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയിക്കാൻ സമൂഹത്തിലേക്ക് കൊണ്ട് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ അത് എത്തിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഈ മാധ്യമം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അവസരം തന്നതിൽ ഒരുപാട് നന്ദി. Thank you very much. Thank you so much, Rafiq. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ലോകനാഥ് സാറുമായിട്ടുള്ള അഭിമുഖം. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിലൂടെ നമുക്ക് മികച്ച ഇൻഡസ്ട്രിയലിസ്റ്റിനെ കാണാൻ സാധിച്ചു. ഒരു നല്ല സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളെ കാണാൻ സാധിച്ചു. നല്ല കുടുംബനാഥനെ കാണാൻ സാധിച്ചു. നല്ലൊരു പൊളിറ്റീഷ്യനെ കാണാൻ സാധിച്ചു. തീർച്ചയായും നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിനും അതിന് ഒരുപാട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ പോലെ അദ്ദേഹം പറഞ്ഞ പോലെ എൻ്റെ എല്ലാ മോശമായ സമയത്ത് എനിക്ക് പിന്തുണ നൽകിയത്, എനിക്ക് സ്ട്രോങ് ആയിട്ട് എന്നെ നിർത്തിയത് ലോർഡ് അയ്യപ്പ. എനിക്ക് നല്ല സമയം വരുമ്പോഴും എന്നോടൊപ്പം എനിക്ക് തന്നത് ആ ബ്ലെസ്സിങ് അയ്യപ്പൻ്റെ അനുഗ്രഹങ്ങളാണ്. അതേ ആ വിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ പ്രധാന ഘടകം. മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ നന്മകളും അദ്ദേഹത്തിന് സർവേശ്വരൻ കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡും തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.